ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ജൂൺ 2 രാവിലെ ഒരു 6:30 ഉറക്കം എണീച്ചായിരുന്നു. പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷ് ആയി തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചിരുന്ന പപ്പായ എടുത്ത് കഴിച്ചു. ഫ്രഷ് ആയിട്ട് ഉറക്കക്ഷീണം മാറിയിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ലാഗാക്കില്ല, ഫാസ്റ്റ് ആയിട്ട് തന്നെ ജിമ്മിലേക്ക് വിട്ടായിരുന്നു. അങ്ങനെ ജിം എത്തി ഗൈസ്. അപ്പം ഇന്ന് എന്റെ ജിം പാർട്ണറും കൂടെ ഉള്ള ദിവസമായിരുന്നു. ആക്ച്വലി നമ്മൾ 3 പേരാണ് ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരുത്തൻ അവൻ എവിടെയാണ് എന്തോ അവൻ കുറച്ച് തിരക്കുകളാണെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ലാഗാക്കില്ല, പെട്ടെന്ന് തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. അപ്പോൾ ഇന്ന് ഡെൽറ്റയും ആപ്സും വർക്കൗട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ഒന്നും നോക്കില്ല, അടിച്ചൊന്നും ആദ്യത്തെ 2 സെറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കാര്യം തീരുമാനമായി. ഡെൽറ്റ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ ആപ്സ് വർക്കൗട്ട് വലിയ കുഴപ്പമില്ലാതെ തന്നെ 3 സെറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. പിന്നെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അവിടെ ഇറങ്ങിയായിരുന്നു. കാര്യം എനിക്ക് കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി ഫുഡും കഴിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ പുറത്ത് വണ്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റാൻഡിൽ കയറി. 8:30 ബസ് കയറണമെന്നാണ് പ്ലാൻ ചെയ്തിരുന്നത്. സമയം ഏതാണ്ട് 9 മണി ആയിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ കോളേജിൽ എത്തി. ബസ്സിൽ നിന്ന് വരുന്നതാണ് ഏറ്റവും വലിയ ചടങ്ങ്. പിന്നെ ഓർഡിനറി ബസ്സും കൂടെ ആയതുകൊണ്ടൊന്നും പറയുക ഗൈസ്. അങ്ങനെ കോളേജ് എത്തി. ഡിപ്പാർട്ട്മെന്റിലോട്ട് കയറിയപ്പോൾ നമ്മുടെ അരുൺ കണ്ടാകണം മുഖം കുത്തിയിട്ട് നിൽക്കുന്നുണ്ട്. ചെറുക്കൻ താടി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര നാണക്കാരനാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒന്ന് ക്ലാസ്സിൽ കയറാൻ വിചാരിച്ചു. സാർ എന്തൊക്കെയോ കാര്യമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ നോക്കില്ല, എന്തൊക്കെയോ ഞാനും എഴുതി വെച്ചു. ക്ലാസ് കഴിഞ്ഞപ്പോൾ ധനഞ്ഞിന് ഒരേ വാശി, അവനൊരു പണം വായിച്ചു. പിന്നെ ഞാനൊരു കിണ്ടി വരച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പുറത്തിറങ്ങിയപ്പോൾ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അശ്വിനെ കണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം അവളെ തള്ളും കേട്ടുന്നായിരുന്നു. പിന്നെ ടാറ്റ പറഞ്ഞ് പോയി ഗൈസ്. ശേഷം നമ്മൾ കുറച്ച് അന്താരാഷ്ട്ര ചർച്ചയിലായിരുന്നു. ചർച്ച ഒരു വിധത്തിൽ നിൽക്കുന്നില്ല. അവസാനം നടത്തിയത് ഒരു ഡിഫൻഡർ വന്നപ്പോൾ ഉച്ച സമയമായി. നല്ല വിശപ്പുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും നോക്കില്ല, നേരെ ബാർബിക്യൂ സ്പേസിലേക്ക് വിട്ടു. അരുൺ കാട്ടാക്കട അവിടെ നിന്ന് എല്ലാ പേരും വായിച്ചൊക്കെ നോക്കി. അവസാനം നമ്മൾ അൽഫാ മന്തിയിൽ ഉറപ്പിച്ചു. കോളേജിൽ വന്നപ്പോൾ 3 ഡേയ്സിന്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തു. കോളേജ് കഴിഞ്ഞ് വീടെത്തി ഫുഡ് കഴിച്ച് നേരെ സ്വസ്ഥയിൽ ക്ലാസ് എടുക്കാൻ പോയി. ക്ലാസ് കഴിഞ്ഞ് 7 മണിക്ക് പ്രാക്ടീസിനും കയറി. ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു എല്ലാവരും അണഞ്ഞായിരുന്നു. സൂര്യ എങ്ങനെ ഉണ്ടായിരുന്നു? ഗൈസ് ആദ്യമൊക്കെ ഒരു പരുവായി. അങ്ങനെ വാംഡൗണും കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലെത്തി മുട്ടയും ഫ്രൈ ചെയ്ത് ചോറും കഴിച്ചു. അത്യാവശ്യം നല്ല ടയർഡ് ആയതുകൊണ്ട് തന്നെ നേരത്തെ കിടന്നു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നാളെ കാണാം. ബൈ.